കേരളത്തിന്റെ സമാധാന ക്രമസമാധാന ചുമതല ഡിവൈഎഫ്ഐ ഗുണ്ടകളെ ഏൽപ്പിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയുടെ വാഹനത്തിന് ഡിവൈഎഫ്ഐയുടെ ഗുണ്ടാപ്പട ഇവിടെ മുന്നോടിയായി യാത്രയുമായി നടന്ന കേരളത്തിലെ തെരുവോരങ്ങളിൽ സമരം ചെയ്യുന്ന KSUവിന്റെ സഹപ്രവർത്തകരെ അടിച്ചൊതുക്കുന്നത് നമ്മൾ കണ്ടു. എന്നാൽ ആ സമരത്തോട് കേരളത്തിലെ പോലീസിന്റെ സമീപനം എന്താണെന്ന് നമ്മൾ കണ്ടു. കഴിഞ്ഞ ദിവസം ആലപ്പുഴ ജില്ലയിലെത്തിയപ്പോൾ KSUവിന്റെ ജില്ലാ പ്രസിഡന്റ് AD തോമസിന്റെ തലയടിച്ചു പൊളിക്കുന്നത് നമ്മൾ കണ്ടു. ഒരു മാസക്കാലം മുമ്പ് ആർബിഐക്കെതിരെ സമരം ചെയ്ത KSUവിന്റെ സഹപ്രവർത്തകൻ നസിയ മുണ്ടപ്പള്ളി എന്ന് പറയുന്ന സംസ്ഥാന ഭാരവാഹിയുടെ തലയടിച്ചു പൊളിക്കുന്നത് കണ്ടു. എന്നാൽ സമാനമായ രീതിയിൽ ജനാധിപത്യപരമായ രീതിയിൽ പ്രതിഷേധം നടത്തിയ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ സമരം ചെയ്ത SFIയുടെ സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെയുള്ളവരെ ലാളിക്കുന്ന കേരള പോലീസിനെയും നമ്മൾ കണ്ടു. അപ്പോൾ ഇതൊരു വിരോധാഭാസമാണ്. സമരമായിട്ട് മുന്നോട്ട് പോകുന്നത് നമ്മൾ കണ്ടു. ഇവിടെ കേരളത്തിൽ ഇവിടെ ഗവർണറുടെ ഓഫീസിൽ സംഘപരിവാർ ഏജന്റിനെ തിരികെ കയറ്റിയപ്പോൾ ഗവർണറുടെ പ്രൈവറ്റ് സെക്രട്ടറിയായി വലിയ സ്വീകർത്ത എന്ന് പറഞ്ഞ അറിയപ്പെടുന്ന സംഘപരിവാർ ഏജന്റിനെ മുഖ്യമന്ത്രി ഗവർണറുടെ പേഴ്സണൽ സ്റ്റാഫിലേക്ക് തിരികെ കയറ്റിയപ്പോൾ എവിടെയായിരുന്നു SFIയുടെ സംഘപരിവാർ വിരുദ്ധത? അങ്ങനെ വലിയ രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള സമരവുമായി നമ്മൾ കടന്നു വരുന്നത്.